നമസ്കാരം, ഞാൻ ഡോക്ടർ മോണിക്ക. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ശരീരത്തിലെ കാൽസ്യം ലെവൽ കുറവായിട്ടുള്ളവർക്ക്, പ്രത്യേകിച്ച് എല്ലുകൾക്ക് ബലക്കുറവ് അനുഭവപ്പെടുന്നവർക്ക്, എല്ല് തേയ്മാനത്തിന്റെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവര്, ഇതിനൊപ്പം തന്നെ ശരീരത്തിലെ നീർക്കെട്ടിന്റെ പ്രശ്നങ്ങളിലൂടെ ഇൻഫ്ലമേഷൻ കണ്ടീഷൻസിലൂടെ പോകുന്നവർക്കും ഒക്കെ തന്നെ വളരെ ഗുണകരമായിട്ട് ഈ പറയാൻ പോകുന്ന ആഹാരങ്ങൾ ഏത് രീതികളിലാണ് കഴിക്കേണ്ടതെന്നുള്ളത്. ഇതിൽ ആദ്യത്തെ ആഹാരം താമര വിത്തുകള്, ലോട്ടസ് സീഡ്, മഖാന തുടങ്ങിയ പേരുകളിലൊക്കെ തന്നെ അറിയപ്പെടാറുണ്ട്. ആന്റി ഓക്സിഡന്റുകളുടെ കലവറ തന്നെയാണ്. കോശങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും ഇതിനൊപ്പം തന്നെ വാർദ്ധക്യം തടയാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ്. ഇവയിലുള്ള ഉയർന്ന അളവിലുള്ള കാൽസ്യം കണ്ടന്റ് എല്ലുകളിലെ ബലക്കുറവ് മാറ്റാൻ വേണ്ടിയിട്ടും എല്ലുകൾക്ക് ശക്തി പകരാൻ വേണ്ടിയിട്ടും സഹായകരമാവുകയും ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് സ്നാക്സ് ആയിട്ടുള്ള രീതിയിൽ കഴിക്കുക എന്നുള്ളതാണ്. ഏകദേശം 10 അല്ലെങ്കിൽ 15 എണ്ണം നമുക്ക് ഒരു നേരമായിട്ടുള്ള രീതിയിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ കഴിയുന്നതാണ്. താമര വിത്തുകൾ വറുത്തെടുക്കേണ്ടതാണ്. അതിനാവശ്യമായിട്ടുള്ള നെയ്യോ എണ്ണയോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. നെയ്യാണെന്നുണ്ടെങ്കിൽ 1/2 സ്പൂൺ അളവായിട്ടുള്ള നെയ്യ് നമ്മൾ ചീൻചട്ടിയിൽ ഒഴിച്ച് അതിനകത്തേക്ക് ഈ ഒരു താമര വിത്തുകൾ കൂടി ചേർത്ത് വറുത്തിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും മേമ്പൊടിയായിട്ട് ചേർത്തതിന് ശേഷം 4 മണി സമയത്തോ 11 മണി സമയത്തോ കഴിക്കുന്നത് ഗുണകരമാണ്. ഇനി രണ്ടാമത്തെ ഭക്ഷണം എന്ന് പറയുന്നത് ആശാലയാണ്. ആയുർവേദത്തിലും നാടൻ ചികിത്സയിലും ഒക്കെ തന്നെ വളരെയേറെ പ്രാധാന്യമേറിയിട്ടുള്ള ഒരു വിത്ത് തന്നെയാണ്. ഇരുമ്പിന്റെയും കാൽസ്യത്തിന്റെയും കലവറ തന്നെയായിട്ട് കണക്കാക്കപ്പെടുന്നതാണ്. 1 സ്പൂൺ അളവായിട്ടുള്ള ആശാലി 1/4 ഗ്ലാസ് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. കുതിർത്ത് കഴിക്കുന്നതാണ് അത് ശരിയായ രീതിയിൽ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യാൻ സഹായിക്കുകയുള്ളൂ. ഇങ്ങനെ 1-2 മണിക്കൂറിന് ശേഷം ഇത് നമ്മൾ പാലിനൊപ്പം ചേർത്തിട്ട് കുടിക്കുന്നതാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ളത്. കാരണം ആശാലി കുറച്ച് ഉഷ്ണവീര്യം ഉള്ളതാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ കുറച്ച് ചൂട് അമിതമാക്കാൻ വേണ്ടി കാരണമാവുന്നതാണ്. അതുകൊണ്ട് തന്നെ മഴക്കാല സമയത്തും തണുപ്പുള്ള സമയങ്ങളിലും ആശാലിനെ ഉപയോഗപ്പെടുത്തുന്നത് കൂടുതൽ ഗുണകരമാണ്. ഇനി അവസാനമായിട്ട് വരുന്ന ആഹാരം എന്ന് പറയുന്നത് റാഗിയാണ്. കാൽസ്യത്തിന്റെ കാര്യത്തിൽ മറ്റെല്ലാ ധാന്യങ്ങളെയും പിന്നിലാക്കുന്നതാണ്. ഏകദേശം 2 സ്പൂൺ അളവായിട്ടുള്ള റാഗി എടുക്കുക. 1/2 ഗ്ലാസ് പാലിനകത്തേക്ക് 1/2 ഗ്ലാസ് വെള്ളം ചേർക്കുക. എന്നിട്ട് നന്നായി തിളപ്പിച്ചതിന് ശേഷം ഈ റാഗി പൗഡറും കൂടി ഇട്ടിട്ട് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായി കുറുക്കി എടുക്കേണ്ടതാണ്. കുറുകിയിട്ട് തണുക്കാൻ വേണ്ടി വെക്കണം. തണുത്താറിയതിനു ശേഷം ഈ ഒരു റാഗിയുടെ ചേരുവ നമുക്ക് മിക്സിയുടെ ജാറിനകത്തേക്ക് ഇടണം. എന്നിട്ട് അതിനകത്തേക്ക് പഴുത്ത ഒരു റോബസ്റ്റ പഴം ചേർക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള പാല് ചേർക്കേണ്ടതാണ്. പറ്റുമെന്നുണ്ടെങ്കിൽ തലേ ദിവസം വെള്ളത്തിലിട്ടിട്ടുള്ള ഈന്തപ്പഴമോ ഇല്ലെന്നുണ്ടെങ്കിൽ അത്തിപ്പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ അത്തിപ്പഴം നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇവയിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ചേർക്കാം ചേരുവയായിട്ട്. മറ്റ് എക്സ്ട്രാ ആയിട്ടുള്ള മധുരമൊന്നും ആഡ് ചെയ്യേണ്ടതില്ല. എന്നിട്ട് ഇത് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ ഒരു ജ്യൂസ് നിങ്ങൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കഴിക്കാൻ കഴിയുകയാണെങ്കിൽ ഏറ്റവും ഗുണവത്താണ്. മേൽ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാ ദിവസവും ഉപയോഗിക്കണം എന്നുള്ളതല്ല. ആഴ്ചയിൽ 2-3 തവണയായിട്ട് മാറ്റി മാറ്റി ഉപയോഗപ്പെടുത്തുക. ഭക്ഷണത്തിലൂടെയും നമുക്ക് ആരോഗ്യത്തിന് നിലനിർത്താൻ കഴിയുന്നതാണ്.